The more reluctant you are to change yourself, the more demanding you will be to make others change. Because one of us will have to certainly change. സ്വയം മാറുവാൻ എത്രമാത്രം വൈമനസ്യം നമുക്കുണ്ടോ അത്രത്തോളം മറ്റുള്ളവർ മാറണം എന്ന് നാം ശഠിക്കാറുണ്ട്. കാരണം നമ്മളിലൊരാൾ മാറിയേ തീരൂ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനനശിഖരം എന്ന നോമ്പുകാല ധ്യാന ചിന്താ പരമ്പരയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യട്ടെ. നോമ്പിന്റെ ദിനങ്ങൾ സ്വയശോധനയുടെ ആത്മപരിശോധനയുടെ ദിനങ്ങളാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാമല്ലോ. നമ്മുടെ ഉള്ളിലേക്ക് നോക്കുന്നതിനും നമ്മുടെ വിശ്വാസത്തെയും സമർപ്പണ ബോധ്യങ്ങളെയും നമ്മുടെ പ്രവർത്തന രീതികളെയും ഒക്കെ ഒന്ന് വിശകലനം ചെയ്യുന്നതിന്, നമ്മുടെ കുറവുകളെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ ഉണ്ടാകുന്നതിന് ഈ വർഷത്തെ നോമ്പ് കാല പ്രാർത്ഥനകളും ധ്യാനങ്ങളും മനനങ്ങളും നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ 40 ദിവസത്തെ മരുഭൂമിയിലെ നോമ്പ് അനുഭവം തൻ്റെ ശുശ്രൂഷയെ, തൻ്റെ ജീവിതത്തെ തന്നെ ഒന്ന് വിലയിരുത്തുന്നതിന്, ദൈവഹിത പ്രകാരം തൻ്റെ ശുശ്രൂഷയെയും ജീവിതത്തെയും ഒക്കെ ഒന്ന് പുനർക്രമീകരണം ചെയ്യുന്നതിന്, ദൈവവരങ്ങൾ വിട്ടുകൊടുക്കുന്നതിന് ഒക്കെ സഹായിച്ച ദിനങ്ങളാണെന്ന് നമുക്ക് തുടർന്ന് വേദപുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാക്കാനായി സാധിക്കും. പ്രിയമുള്ളവരെ, അത്തരത്തിൽ ഈ ദിനങ്ങൾ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സത്യസന്ധമായി ഒന്ന് വിലയിരുത്തുന്നതിന് നമുക്ക് ഇടയാകട്ടെ എന്ന് നമുക്ക് ഏവർക്കും പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മുടെ ധ്യാനത്തിനായി നമുക്ക് സഭയായി നൽകിയിരിക്കുന്ന വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉപമകളിൽ വളരെ ശ്രദ്ധേയമായ ഉപമകളിൽ ഒന്നാണ് 2 പേർ പള്ളിയിൽ പ്രാർത്ഥിക്കാനായി പോയ ഈ കഥ. 2 പേർ പ്രാർത്ഥിക്കുന്നതിനായി പള്ളിയിൽ പോകുന്നു. അതിൽ ഒരാളുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ സ്വീകാര്യമായി തീരുന്നു, മറ്റൊരാളുടെ പ്രാർത്ഥന ദൈവം സ്വീകരിക്കാതെ പോകുന്നു. ആരാണിവർ? ഒരാൾ അക്കാലത്ത് ഏറെ എല്ലാവർക്കും സ്വീകാര്യനായിരുന്ന ഒരു പരീശൻ, മറ്റൊരാൾ എല്ലാവരാലും വെറുക്കപ്പെട്ട ചുങ്കക്കാരൻ. ഇതിൽ ചുങ്കക്കാരന്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തതാണത്. പരീശൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വേർതിരിക്കപ്പെട്ടവൻ എന്നാണ്. ന്യായപ്രമാണത്തിന്റെ വിശുദ്ധി ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുന്നതിനായി വേർതിരിക്കപ്പെട്ട ഒരാൾ. മറ്റൊരാൾ എല്ലാവരാലും വെറുക്കപ്പെട്ട, തൻ്റെ ജോലി കൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ഭാരമായി തീർന്ന, അന്യായമായി സമ്പാദിക്കാൻ ഉള്ള എല്ലാ സാധ്യതകളുമുള്ള ഒരു ചുങ്കക്കാരൻ. ഇവർ 2 പേരുടെയും പ്രാർത്ഥനയാണ് കർത്താവ് ഉപമയായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. വിനയത്തിന്റെ മാതൃക, മോഡൽസ് ഓഫ് ഹ്യൂമിലിറ്റി എന്നുള്ളതാണ് ഇന്നത്തെ ചിന്താവിഷയം. വിനയത്തിന്റെ മാതൃകയായി തീരുവാൻ എന്തുകൊണ്ടാണ് പരീശന് സാധിക്കാതെ പോയത് എന്നുള്ളതാണ് ഒരുമിച്ച് ചിന്തിക്കുവാനായി ശ്രമിക്കുന്നത്. 2 ചെറിയ ചിന്തകൾ പങ്കുവയ്ക്കട്ടെ. ഒന്ന്, സ്വയ നീതീകരണത്തിന്റെ തടവറയിൽ ഉള്ളവർക്ക് വിനയത്തിന്റെ മാതൃകയായി തീരുവാൻ കഴിയുകയില്ല. ഈ ഉപമ പറയുന്നതിന് പിന്നിലെ ഉദ്ദേശം തന്നെ തങ്ങൾക്ക് തന്നെ തങ്ങൾ നീതിമാന്മാർ എന്ന് തോന്നുന്ന ചിലരെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് കർത്താവ് ഈ ഉപമ പറയുന്നത്. ഈ മനുഷ്യൻ താൻ ചെയ്യുന്നതിനെക്കുറിച്ചും ചെയ്തതിനെക്കുറിച്ചുമൊക്കെ വാചാലനാകുകയാണ്. തനിക്ക് തന്നെ താൻ വിശുദ്ധനാണെന്ന് തോന്നിപ്പോവുകയാണ്. ഉള്ളിലേക്ക് നോക്കുവാൻ കഴിയാതെ പോകുന്നവർക്കാണ് തങ്ങളുടെ ജീവിതത്തിന്റെ കുറവുകളെക്കുറിച്ച് ബോധ്യമില്ലാതെ പോകുന്നത്. സത്യസന്ധമായി ദൈവത്തിന്റെ വിശുദ്ധി തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നവർക്കാണ് തങ്ങളുടെ പരിമിതികളെക്കുറിച്ചുള്ള തിരിച്ചറിവ് ഇല്ലാതെ പോകുന്നത്. ദൈവസന്നിധിയിൽ അടുത്തു വരുന്നവർക്ക് മാത്രമേ സ്വന്തം പരിമിതികളെക്കുറിച്ചുള്ള ബോധ്യമുണ്ടാകുകയുള്ളൂ. എല്ലാ ഞായറാഴ്ചയും എല്ലാ ആരാധനകളിലും നമ്മൾ ഏറ്റുപറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ദൈവമേ, നീ പരിശുദ്ധനാണ്. ബലവാനെ, നീ പരിശുദ്ധനാണ്. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാണ്. നാം ഇങ്ങനെ ഏറ്റുപറയുന്നത് കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധി അല്പം പോലും കൂടുന്നില്ല എന്ന് നമുക്കറിയാം. മറിച്ച് ഓരോ തവണയും ഏറ്റുപറയുമ്പോൾ നാം ദൈവസന്നിധിയിൽ സമ്മതിക്കുകയാണ്, ദൈവമേ, നീ മാത്രമാണ് പരിശുദ്ധൻ. നിന്റെ വിശുദ്ധിയുമായി ഞാൻ താരതമ്യം ചെയ്യുമ്പോൾ ഞാൻ അശുദ്ധനാണ്.
ഞാൻ ബലഹീനനാണ്, അതുകൊണ്ട് തന്നെ ഞാൻ പാപത്തിൽ മരിച്ചുകൊണ്ടേയിരിക്കുകയാണ്, നിന്റെ വിശുദ്ധിയിലേക്ക് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ് ഓരോ ആരാധനയിലും സംഭവിക്കേണ്ടത്. ദൈവത്തിന്റെ സന്നിധിയിൽ അടുത്തു വരുന്നവർക്ക്, ദൈവത്തിന്റെ വിശുദ്ധിയെക്കുറിച്ച് ബോധ്യമുള്ളവർക്ക് മാത്രമേ തങ്ങളുടെ കുറവുകളെക്കുറിച്ചുള്ള ബോധ്യമുണ്ടാകുകയുള്ളൂ എന്ന് നാം തിരിച്ചറിയണം. അങ്ങനെ ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞ ഒരാളാണ് വിശുദ്ധ പൗലോസ്. ഒരുപാട് കാര്യങ്ങൾ ദൈവരാജ്യത്തിനായി ചെയ്തയാൾ. അദ്ദേഹം തന്റെ ജീവിതത്തെ നോക്കിയിട്ട് പറയാണ്, പാപിയിൽ പ്രധാനി താൻ തന്നെയാണ് എന്ന്. പ്രിയമുള്ളവരെ, സ്വയനീതീകരണത്തിന്റെ തടവറയിൽ നിന്ന് നമുക്ക് പുറത്തു കടക്കാം. നമ്മോട് തന്നെ ചില ചോദ്യങ്ങൾ ശാന്തമായി നമുക്ക് ചോദിക്കാം. 2, ആത്മീയ നിഗളമാണ് വിനയത്തിന്റെ മാതൃകയായി തീരുന്നതിന് നമുക്ക് തടസ്സമാകുന്നത്. ആത്മീയ നിഗളം. പരീശ സമൂഹം തങ്ങൾ വേർതിരിക്കപ്പെട്ടവരാണ് എന്നുള്ള ചിന്തയിൽ മറ്റുള്ള എല്ലാവരെയും കുറവുള്ളവരാണ് എന്ന് കരുതിയവരാണ്. കൂടെയുള്ള ചുങ്കക്കാരനെ പോലെ അല്ലാതെ താൻ ആയിരിക്കുന്നു എന്നുള്ളതിലാണ് അദ്ദേഹം അഭിമാനം കാണുന്നതും അത് ദൈവസന്നിധിയിൽ നന്ദി പറയുകയും ചെയ്യാണ്. സ്വന്തം നേട്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് പലപ്പോഴും മറ്റുള്ളവരുടെ നന്മകളെ കാണാൻ കഴിയുകയില്ല എന്നുള്ളതാണ് സത്യം. നല്ലൊരു കാര്യം നാം എപ്പോഴും ഓർക്കണം, ഒഴിഞ്ഞ ഇടങ്ങളിലേക്ക് മാത്രമേ ദൈവകൃപയുടെ ഒഴുക്ക് സാധ്യമാകുകയുള്ളൂ എന്ന്. നമ്മുടെ പരിമിതികളെ പൂരിപ്പിക്കുന്നതാണ് പ്രിയമുള്ളവരെ ദൈവകൃപ. കൃപയാൽ മാത്രമേ രക്ഷ സാധ്യമാകുകയുള്ളൂ എന്നും സ്വന്തം പ്രവൃത്തികൾ കൊണ്ട് അത് സാധ്യമല്ല എന്നും വചനം വളരെ വ്യക്തമായി നമ്മെ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് ദൈവകൃപയിൽ ശരണപ്പെടുന്നതിന്, ദൈവകൃപയിൽ മാത്രം ആശ്രയിക്കുന്നതിന് സാധിക്കുന്നത് ദൈവസന്നിധിയിൽ വിനയപ്പെടുന്നവർക്ക് മാത്രമാണ്. നമുക്ക് ഏറ്റവും നല്ല മാതൃക യേശു ക്രിസ്തു തന്നെയല്ലേ? ദൈവപുത്രനായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ വേഷത്തിൽ മനുഷ്യനായി തീർന്ന് നമ്മിൽ ഒരാളായി തീരുവാൻ മനസ്സ് കാട്ടിയ കർത്താവിന്റെ വിനയത്തിന്റെ മാതൃക ധ്യാനിക്കേണ്ട ദിനങ്ങളാണ് നോമ്പിന്റെ ദിനങ്ങൾ. യോഹന്നാൻ സ്നാപകനാൽ അവൻ സ്നാനമേൽക്കുമ്പോൾ പാപികളായ എല്ലാവരോടും അവൻ താതാത്മ്യപ്പെടുകയാണ്. അവൻ പാപമൊഴികെ എല്ലാ കാര്യങ്ങളിലും സമനായി തീർന്നുവെങ്കിലും അവൻ സ്നാനത്തിലൂടെ നാം എല്ലാവരോടും അവൻ ഏകീഭവിക്കുകയാണ്. അപ്പോഴാണ് സ്വർഗം സാക്ഷിക്കുന്നത് ഇവന്റെ പ്രിയപുത്രനാണ് എന്ന്. ക്രിസ്തുവിനെ പോലെ ചെറുതാകുവാനുള്ള പരിശീലനമാണ് നോമ്പിൽ നമുക്ക് സാധിക്കേണ്ടത്. നമ്മുടെ പരിമിതികളെ ധ്യാനിക്കാം, ഉള്ളിലേക്ക് നമുക്ക് മിഴി തുറക്കാം. സത്യസന്ധമായി ദൈവസന്നിധിയിൽ നമ്മുടെ ചിന്തകളെയും മനോഭാവങ്ങളെ, നമ്മുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്താം. നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് പുതുക്കി സമർപ്പിക്കുന്നതിന്, വിനയത്തിന്റെ ജീവിക്കുന്ന മാതൃകകളായി തീരുന്നതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. എല്ലാ നന്മകളും നേരുന്നു.